വെൽക്കം ബാക്ക് ടു ചിന്നസ് വ്ലോഗ്. ഇന്ന് നമ്മൾ അടുത്തൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയിട്ട് അപ്പോൾ അതൊക്കെ എവിടേക്ക് പോകേണ്ടത് പോയി നോക്കിയിട്ട് വന്നല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു മാളിൽ നടക്കാണ്. ഞങ്ങൾ ലിസ്ബണിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ട്രെയിനിൻ്റെ പോലെ തന്നെയാണ് അവിടുത്തെ ബസ് സ്റ്റേഷൻ്റെ അവിടത്തെയും എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ശേഷം ഞങ്ങൾ കൊണ്ടുവന്ന പെട്ടി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ നമ്പർ എഴുതിയിട്ട് കുറേ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പെട്ടി ഏതിലാണ് കൊള്ളണേന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായെന്ന് പറഞ്ഞ നമ്പറിലായിരുന്നു കൊള്ളുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം അത് അമർത്തി അടച്ച് കഴിയുമ്പോൾ അതിൻ്റെ മിഷയിൽ കാട്ടും എത്ര രൂപയാണ് നിങ്ങൾക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വെച്ചപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത് 2.15. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഒരു കോഡ് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് എക്സ്ട്രാ പേ ചെയ്യേണ്ടതെന്നുള്ളത് കാട്ടും. അത് പേ ചെയ്തതിന് ശേഷമാണ് അത് തുറന്നു വരുള്ളൂ. അപ്പം ഞങ്ങൾ ഇതിപ്പോൾ അത് പെട്ടി അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇതിപ്പോൾ നിങ്ങൾ പൈസ ഇടണം. എന്നിട്ട് ഞങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് 3:30 ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങൾ കാലത്ത് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഇതാ കോഡ് കിട്ടി. ഇനി കോഡ് അടിച്ചു കൊടുത്താലാണ് കിട്ടുക. പിന്നെ പൈസ ഇടുമ്പോൾ ചില്ലറ ഇട്ടിട്ടുണ്ട് നോട്ട് ചില്ലറയേക്കാളും മെഷീനോടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്രീൻ ബസ് കാണില്ലേ, അതുപോലത്തെ ZED എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ബ്ലൂ ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അവിടുത്തെ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ ഒക്കെ ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വലുത് കേട്ടോ. പക്ഷേ ഭയങ്കര ആൾക്കാരും ക്ലീൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തപ്പോൾ വെള്ളം നിറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, ഹൈപ്പർ മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് അന്വേഷിച്ച് നടക്കണം ഞങ്ങൾ. അതാണ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കുറച്ച് സാധനങ്ങളുണ്ട്. കാണാൻ വെള്ളം വാങ്ങിക്കാൻ തോന്നുന്നു, പക്ഷെ നമ്മൾ വെള്ളം വാങ്ങിക്കാൻ അത്രയിട്ടാണ് മളി കയറി. കണ്ട ഗൈസ്, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ചേട്ടൻ്റെ പണി വന്നിട്ട് പക്ഷെ വെള്ളം നിറയ്ക്കുന്ന സാധനം ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ. പക്ഷെ ഇവിടെ നോക്കിയിട്ട് കാണാൻ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അന്വേഷിച്ചിട്ട് വെള്ളത്തിൻ്റെ അത് കാണാതെ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കുപ്പി പൂശാന്ന് വിചാരിച്ചു. കുപ്പി പൂശ മീൻസ് നമ്മൾ വാങ്ങിക്കാനാണ് കരുതുന്നത്. അപ്പോൾ റീഫിലെടുക്കാണ്. അപ്പോൾ വെള്ളം നിറയ്ക്കുന്നത് ഇവിടെ ഉണ്ടാവണം പുറത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ റീഫിലിൻ്റെ ഇത് കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു കുപ്പി മേടിച്ചിട്ടുണ്ട്. ഇനി അത് ബില്ലടിച്ചിട്ട് ഞങ്ങൾ പോകാൻ പോകണം അടുത്ത സ്ഥലത്ത്. ഡെസ്റ്റിനേഷൻ 1 എല്ലാ ആൾക്കാരും ഉണ്ട് വരില്ല. അപ്പോൾ നമുക്ക് സെൽഫ് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരാണ്. എൻ്റെ കുഞ്ഞു ആൾക്കാരെ കൊണ്ട് മനുഷ്യ തോറ്റത്. പെട്ടെന്ന് ചെയ്യും. Passe o cartão Continente Blue e procure os talões. O aportivo na balança. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് കുപ്പി മേടിച്ചിരിക്കുന്നത്. ഇനി പപ്പി അമ്മ അവിടെ നടന്നു പോയിട്ടുണ്ട്. ഇനി ആ കുപ്പിയിലത്തെ വെള്ളം കുടിച്ചു തിന്നാലും നമുക്ക് കുടിച്ചു തിന്നാലും നമുക്ക് പിന്നെ വെള്ളം റീഫിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങളൊരു കുപ്പി മേടിച്ചത്. ഇവിടെ കുറച്ചുള്ളൂ, കുറച്ച് പൈസയ്ക്ക് ഇവിടെ കിട്ടും. 1 യൂറോയുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു കുപ്പി കിട്ടും. 1.5 യൂറോ 1 യൂറോയുടെ ഉള്ളിൽ. ഇതാകുമ്പോൾ ഇവിടെ കുറേ മാളുണ്ട്. നമ്മുടെ ട്രോഫിയിലത്തെ പോലെയല്ല, കുറച്ചുകൂടി വലുതാണ്. അതാണ് ഇതൊക്കെ ഉണ്ടാകും ഗൈസ്. ഇവിടെ കുറേ കടയുണ്ട്. ഈ മാളിൽ കൂടെ വേണം അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ കേട്ടോ. ഇതാ ഗൈസ് അവിടെ പപ്പിയമ്മ നിൽക്കുന്നുണ്ട്. നീങ്ങ് ജിങ്ങള് നീങ്ങ്. വാ, അവിടെ കുറേ കടയുണ്ട്. സ്പോർട്സിൻ്റെ ഷൂ. ഇതെന്നത് ഷൂ ഇത് മണ്ടൊക്കെ ക്രൊക്കഡൈലോ വന്നിരിക്കണേ. ക്രൊക്കഡൈലോ ചിന്നൊക്കെ. ഇത് ഇവിടുത്തെ വേറെ ടീമാട്ടാ, FC പോർട്ടോൻ്റെ വേറെ. ഇതിവിടെ മിയോ, ഇവിടുത്തെ വൈഫൈയുടെ ഒരു കമ്പനിയാണ്. ബാബാ ഇത് ബോഡി ഷോപ്പ്. ഗൈസ് ഞങ്ങൾ അവിടുത്തെ ബാഗൊക്കെ നോക്കി. അപ്പോൾ 20 യൂറോക്ക് ചെറുത്തുള്ളൂ. അപ്പോഴേക്ക് വലുതാണ് വേണ്ടത്. അത് ഞങ്ങൾക്ക് വഴി അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പപ്പേനെ പേര് ഫോളോ ചെയ്തിട്ടാണ് പോയത്. വഴി തെറ്റാണ് പോയത്.
ഗൈസ് ഞങ്ങളിവിടെ എന്നിട്ട് ഈ പൂച്ച കണ്ടോ, അവിടെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് പൂച്ച. ഗൈസ് അവിടെ എന്തോ ചട്ടച്ചിയുണ്ട്, വെള്ളത്തെ എന്നിട്ട് ചീട കണ്ട ഗൈസ്, വെള്ളത്തെ എന്തോ പണിയുണ്ട്. നല്ല വെയിലടിച്ച രസം കണ്ടോ, എന്താ വെയിലടിച്ചത്. എന്നിട്ട് കല്ല ഗൈസ്, ഈ കല്ലരച്ച് കുഴിക്ക്. ഗൈസ് ഇവിടെ കുറെ ഫ്ലാഗ് ഉണ്ട്. നമ്മള് ഇതില് ഇനി ഇന്ത്യ കണ്ടുപിടിക്കാൻ ഇവിടെ കുറെ ഫ്ലാഗ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ 250 ഫ്ലാഗ്സ് കണ്ടപ്പോ ഇത് വെള്ളത്തിട്ട് കലക്കിയാ മതി. ഞാൻ കലക്കാൻ ബെസ്റ്റാ. സൂപ്പറായിട്ട് ആ ഈ വെള്ളം വേണോ, കാലിടാൻ പറ്റും, വേണ്ട വെറുതെ. പിന്നെ ആ ഹോബിയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാണാൻ പപ്പ പറഞ്ഞിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്നത് പപ്പ പറഞ്ഞിട്ടുണ്ട്. ഈ പൂച്ച വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയറിയാം. ടയറിൻ്റെ സാധനങ്ങളും നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്നില്ലേ, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ട്. ദൂരെ നിന്ന് കാണാം. ഇന്ത്യയുടെ ഫ്ലാഗ് അന്വേഷിച്ചാണ് നടക്കാറ്. സ്പെയിൻ കണ്ടു. ഈശ്വര ഇതെന്തോ നടക്കള്. ABCD സ്പെയിൻ. അപ്പൊ എസ് ആയില്ലേ? ഇന്ത്യ കിട്ടി അതിന് അടിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് നിവർന്ന് നിക്കള സ്ഥലം കൊടുക്കണില്ല. ഇത് ടൊവിനോടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. ടൊവിനോ ഇവിടെ വന്നപ്പോ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. If you see this smile, ചിരിച്ചേ. ഇതിപ്പോ നോക്കുമ്പോ നിങ്ങൾക്ക് കച്ചതയാണ്. ബട്ട് ഇതിന്റെ കണ്ണുകളില്ല, മറ്റേ നമ്മൾ ഈ ഇലക്ട്രിക്കിന്റെ മാൻസൊക്കെ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഇല്ല, അതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്നത് വേൾഡിൽ ഏറ്റവും വലിയ അക്വാറിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 11 മിനിറ്റ് നടന്നെത്തും. ഈ ഓഷ്യൻ ദി ലിസ്ബോയ്ക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഹോപ്പ് വേ ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് അതിലേക്ക് പിന്നെ ആദ്യം നമുക്ക് അക്വാറിയം കാണണം ഫുള്ളായിട്ട്. അക്വാറിയം ഫുള്ളായിട്ട് കാണാം. അക്വാറിയത്തിൽ കയറിയിട്ട് ഞങ്ങൾ മീനുകളെയൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കട്ടിരുന്നില്ല, അവിടെയാണ് ഹോപ്പ്. അപ്പോൾ അതിൽ കൂടെ വരുമ്പോൾ ഇവിടെ മീൻ ചുറ്റുടുവാ. ഡോൾഫിൻ ഉണ്ട് കേട്ടോ, ചാടിന്ന് കറിഞ്ഞ് ചാട്ടൻ. ഇവിടെ ഫുൾ മീനാട്ടാ. കണ്ടോ അവിടെ കണ്ടോ, ഇതൊക്കെ ഫുൾ മീനാണ്. പോവാം ഗൈസ്. നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല മഞ്ഞ ഗൈസ്. സ്ഥലമെത്തി. അവിടെ കണ്ടോ ഇവിടെ ചട്ടപ്പാട്ട് പാടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് വേണ്ടത്. സോ എക്സൈറ്റഡ് ഗൈസ്. എൻട്രാടെ ഇതിണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഗൈസ് അവിടെ അല്ലായിരുന്നു, ഇവിടെയാണ് നമ്മൾ പോവാണ്. എൻട്രൻസ്. ഈശ അതിനുള്ള വരിയാണോ ഗൈസ് ഇത്ര? എൻ്റെ പൊന്നു കണ്ട ഗൈസ്. ആ മരത്തിൻ്റെ അവിടെ അത് പോകണം. ഓമിയോ ദിവസ് നല്ല വരിയുണ്ട്. തണല് കിട്ടി. ആദ്യമായിട്ടൊന്ന് തണല് കിട്ടി. തണല് കിട്ടി. അപ്പോൾ ഗൈസ് ഈ വരി ടിക്കറ്റ് എടുത്തോലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. വേറെ ഇല്ല, ഇതിനെ പോയി നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടും. എന്നിട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇത്രയ്ക്ക് ക്യൂ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് എത്ര രൂപയാണ് അത് അളുത്തുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ സൂപ്പർ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കണ്ട. ഞാനും പപ്പയാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അവിടെ ഉണ്ട് റെഡ് ലൈൻ. ഞാൻ പപ്പ ഇവിടെ റെഡ്. അത് റെഡ് ലൈൻ. ഇതാ ഇത് ബൈ ടിക്കറ്റ് ഓഫീസിൽ ഇതാ കണ്ട. ഓപ്പണിങ് അവർ ഇതൊക്കെ ഇതിൻ്റെ വൈസ്
നമുക്ക് അവിടെ പോയിട്ട് അറിയാം എത്ര രൂപയാണെന്നൊക്കെ 5% ഓഫ് നമുക്ക് നോക്കാം. ഗൈസ് വരിക്ക് കാത്തു നിൽക്കാണ്. നമ്മൾ 12:30 എടുത്തത്. അത് 3:00-ക്കാണ് തീരുള്ള. ആ നമ്മൾ എടുത്തിട്ടുണ്ട് 12:30 ടിക്കറ്റാണ്. അത് അക്കോതയൊക്കെ കണ്ടു തീരുമ്പോൾ 3:30 ആവും. റോപ്പേര് കാട്ടുന്നില്ല നേരത്തെ, ആ റോപ്പേയൊക്കെ നമുക്ക് കയറുന്നുണ്ട്. ഗൈസ് ഇതാണ് ടിക്കറ്റ്. 5 പേർക്ക് കൊടുത്തു. ജിങ്കിൾക്ക് പകുതി പൈസയോളം ഞങ്ങൾക്ക് കൂടുതലുണ്ട് കേട്ടോ. അത് കുറേ ഉണ്ട് കാണാം. 3.5 മണിക്കൂറുണ്ട് തോന്നുന്നു. 12:00-ക്ക് അത് 3:00-ക്ക് ഇറങ്ങുള്ളതുണ്ട്. അപ്പോൾ അത്രയ്ക്കധികം കാണാനുണ്ട്. അതിനാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. 12:30 ഇതിപ്പോൾ ഇവിടെ ഏകദേശം 12:15 അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കേട്ട് കാഴ്ചകൾ കാട്ടിയ കേട്ടോ. ടിക്കറ്റ് മറ്റേ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കാണ്. സ്റ്റെപ്പ് കേട്ട് പോകണം. ഫോറസ്റ്റ് അണ്ടർ വാട്ടറിൻ്റെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗായ്സ് കേറി ഗായ്സ്. നമുക്ക് ഇവിടെ കാണാത്ത മീനുകളൊക്കെ കാണാൻ പറ്റുമോ? ഫോറസ്റ്റ് അണ്ടർ വാട്ടർ, ഫോറസ്റ്റിൻ്റെ കാണാൻ പോകുന്നത്. ഇയാളാണ് വേൾഡ് ഫുള്ള് ഫോറസ്റ്റ് ഓൾ കവേർഡ്, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ജപ്പാൻകാരൻ നടക്കണം. ഫ്രഷ് വാട്ടർ ഒരു മീനെ കണ്ടോ? ആമ്പലല്ലേ ഗൈസ്, ആമ്പലുണ്ട് ഗൈസ്. ഏഞ്ചൽ ഫിഷ് ചെമ്മീൻ്റെ പോലത്തെ മീൻ. ഏഞ്ചൽ ഫിഷ് ഗൈസ്, ഏഞ്ചൽ ഫിഷ് കിട്ടുമോ? നല്ല രസമുണ്ട്. ഇത് ഫ്രഷ് വാട്ടറത്തെ കേട്ടോ. ചുട്ടുമാൻ ഫ്രഷ് വാട്ടർ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ കുറേ മീനുണ്ട്. നമ്മുടെ അവിടുത്തെ മീൻ ഇവിടെ ഉണ്ട്. ഇതാണ് പേര് കണ്ട. ഇന്ത്യ എവിടെ നിന്നുള്ളത് ഇതിൻ്റെ കേട്ടോ. അതിൽ കണ്ട എല്ലാ മീനും എവിടെ നിന്നാണ്. ഗൈസ് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് കത്തും. ഇവിടെ ഹെഡ്സെറ്റ് ഉണ്ട്, അത് വെച്ച് കേൾക്കാം. അപ്പോൾ ഓരോ മിന്നാളെ ലൈറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് ചുട്ടിലേക്ക് കേട്ടോ. ഗൈസ് ഈ മീനൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീടിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് ഞാൻ കാട്ടിയുള്ളൂ. വാവ് യൂണീക്ക് ഗൗരി മീനാണ് ഗൈസ്. ഇത് ഫോറസ്റ്റിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ശരിയാക്കുക. പ്ലാന്റ് ബാലൻസ് ഡിപ്പെൻസ് ഓൺ ദ അത്ര. അപ്പോൾ ഇയാളുടെ ഗൈസ് ഇവിടെ കടലിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് കാട്ടില്ല. അങ്ങനെ ഇത് കടലിൻ്റെ ഉള്ളിലുള്ളതാണ്. അങ്ങനെ കുറേ സാധനമുണ്ട്. ഹായ് ഷാർക്ക്, ഈശ്വര അത്ര വലിയ വായ അമ്പടോ ഡൈനോസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ
കുറേ നടക്കാണ്ട്, നമ്മൾ നടക്കാണ്ട്. നട. ഇപ്പം ഇനി അക്കോറിയാണ് കാണാൻ പോകുന്നത്. നേരത്തെ കണ്ടത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇനി കാണാൻ പോകുന്നത് നമ്മൾ അക്വേറിയമാണ്. അതിലേക്കുള്ള വഴിയാണ്. അയ്യോ കുറേ ഉണ്ടായിരുന്നു നടക്കാൻ. അവിടെ അറ്റം തൊട്ട് ഈ അറ്റം വരെ നടന്നു. വാവ്, തുറക്ക്. അയ്യോ, വെൽക്കം. വാവ്, ചാള ഗൈസ്. വെച്ചെടുത്തോ. ഒന്ന് താടാ, എനിക്ക് തിന്നണം. ഇപ്പൊ തിന്നണം. അവിടെ അമ്മ എനിക്ക് തന്നെ ഷാർക്ക്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപൂർവമായ നിമിഷമാണ്. കണ്ട ഷാർക്ക്. എനിക്ക് കൂടുതൽ വേണ്ടത് അവിടെ പോണ കൂട്ടത്തിലുള്ള മീന് മാത്രം മതി. ഇതാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യും. വാവ്, വാട്ടർഫോൾ. അടുത്തത് നല്ല നീളമുണ്ട് ഇറ്റുകൾക്കൊക്കെ. ഇത് ചെടി കല്ലുമുണ്ടാണ്. പിന്നില്ലേ നമ്മള് അവിടെ സെൽഫ് ലവ് ബ്ലാവ് ഒറ്റയ്ക്ക് സിംഗിളാ ഡാൻസ് കളിക്കണോ. അവിടെ അടുത്ത മീൻ ചുട്ടുമണീസൊക്കെ ഉണ്ട്. അവിടെ കണ്ടത് ഇവിടെ കാണും. ഈ സാധനമാണ് ഇവിടെ തലയിൽ അടിരിക്കണ സാധനം. നല്ല തണുപ്പുണ്ട്. നടക്കാൻ മതി വെള്ളത്തൊക്കെ ഒക്കെ ചെക്കായിരിക്ക. നമുക്ക് പോവാം. അനങ്ങാൻ പോവാണ്. ഇനി നമ്മൾ പൊത്തത്. ഇതടുത്ത സ്ഥലം. ഗൈസ്, സ്റ്റാർഫിഷ്. ഷാർക്ക് ഉണ്ടായില്ല വെള്ളത്തിന്റെ. ഇത് കാണില്ല. ഓമ്പു സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷ് കിടക്കുന്നൊക്കെ. ഇത് എന്തത് മത്തിമീന. സ്റ്റാർഫിഷ് ഇത് കാണാനല്ലേ വേണ്ട നിങ്ങൾക്ക്. ഗൈസ്, ഇത് ഡോൾഫിനാണ്. ഈ മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഏകദേശമൊക്കെ കണ്ടു. പക്ഷെ ഡോൾഫിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാണാൻ പോവാം. ഡോൾഫിനെ കണ്ടിട്ട് വരാം. എനിക്കില്ല, എല്ലാത്തിനും വേണം.
ഗൈസ് അതൊരു മീനാണ്. 2 കണ്ണ് കണ്ടപ്പോ കണ്ട മനസ്സിലാവില്ലേ? കണ്ട 4 മീൻ ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. കിരികളൊക്കെ പൊന്തി വരുന്നു. അപ്പൊ ഈ കിരുതല കണ്ട ഇവിടുന്ന് പോയി. തല പൊന്തി കുറച്ച് ഇതിന് തീറ്റ വേണം. അത് തീറ്റ ഈ മീൻ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാണാനുള്ളതൊക്കെ കണ്ടു തീർന്നു. ഇനി നമ്മൾ റോപ്പ് വേയിൽ കയറാൻ പോവാണ്. ടിക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാഴ്ച കണ്ടിട്ട് മഴ പെയ്യുമ്പോ ക്യാമറ ഉണ്ടോ നോക്കിയിരുന്നിട്ട് അല്ലെങ്കിൽ ഇറങ്ങുമ്പോ അവര് പരിപ്പള്ളി ചെയ്യും. അല്ലെങ്കിൽ നമ്മള് പരിപ്പിളൊക്കെ വരും. മാർക്കറ്റ് കണ്ടില്ല, അതാണ് ആ 2 ബിൽഡിങ്ങിലാണ് ഇറങ്ങി വന്നത്. ഇങ്ങോട്ടൊരെണ്ണം അങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ടൊരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. എത്ര രൂപയാണോ അയാള് വീർപ്പിച്ചു കൊടുക്കുന്നതാണ്.